ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുള്ള നമ്മുടെ കുറച്ച് നല്ല സുഹൃത്തുക്കൾ നമ്മൾക്കെതിരെ ഒരു പരാതി പറഞ്ഞു. നമ്മൾ സ്ഥിരമായിട്ട് നീഷ് പെർഫ്യൂംസ് മാത്രം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ബഡ്ജറ്റിലുള്ളതുകൊണ്ടും അപ്പോൾ അവർക്ക് കുറച്ച് നല്ല ഡിസൈനർ ഫ്രാഗ്രൻസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് അടിപൊളി ഡിസൈനർ ഫ്രാഗ്രൻസും കൂടെ പരിചയപ്പെടുത്തി തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കായിട്ട്, നമ്മുടെ കൂട്ടുകാർക്കായിട്ട് നല്ല അടിപൊളി 3 കിണ്ണം കാച്ചി ഡിസൈനർ ഫ്രാഗ്രൻസ്, അടിപൊളി ലാസ്റ്റിംഗ് ഉള്ള 3 ഡിസൈനർ ഫ്രാഗ്രൻസ് പെർഫ്യൂംസ് നമുക്കൊന്ന് പരിചയപ്പെടാം. എറൗണ്ട് ഒരു 100 to 120 ദിർഹംസിൽ വരെ നമുക്ക് ഈ ഒരു 3 പെർഫ്യൂംസും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ഹ്യൂഗോ ബോസ് ഹ്യൂഗോ മാൻ ഗ്രീൻ. ഒരു ടോയ്ലറ്റ് വെർഷനാണ്, എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പ്രൊജക്ഷൻസും അത്യാവശ്യം നല്ല ലാസ്റ്റിങ്ങും ഇവൻ നമുക്ക് തരുന്നുണ്ട്. ഒരു വുഡി അരോമാറ്റിക് ലാവൻഡർ ബേസ്ഡ് മസ്കുലർ ഫ്രാഗ്രൻസ് ആണ് ഹ്യൂഗോ ഗ്രീൻ. ഓപ്പണിംഗ് നോട്ട്സിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഗ്രീൻ ആപ്പിളിൻ്റെയും ലാവൻഡറിൻ്റെയും അതിമാരകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതിന് കൂടെ ഒരു വുഡി നോട്ട്സിൻ്റെ ബേസും കൂടെ ചേരുമ്പോൾ തീർത്തും ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ, ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് തീർത്തും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നല്ല ചെറിയ പ്രൈസിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പെർഫ്യൂമാണ് ഹ്യൂഗോ ഗ്രീൻ. തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ലൊരു അടിപൊളി പെർഫ്യൂമാണ് ഹ്യൂഗോ ഗ്രീൻ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇവനാണ് നമ്പർ 1. അടുത്തതായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത് പെർഫ്യൂം, ഓൾമോസ്റ്റ് എല്ലാ പെർഫ്യൂം പ്രേമികളുടെയും ബക്കറ്റ് ലിസ്റ്റിൽ അവരുടെ ഷെൽഫിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുള്ള ഒരു മാസ്മെറ്റിക് പെർഫ്യൂമാണ് ഇവൻ ഡൺഹിൽ ഡിസൈർ റെഡ്. ഒരു മിനിമം പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പെർഫ്യൂമുകൾ, ഏറ്റവും നല്ല 3 അല്ലെങ്കിൽ ഏറ്റവും നല്ല 5 പെർഫ്യൂമുകൾ എടുത്താൽ അതിൽ തീർച്ചയായിട്ടും ഒരു സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഡൺഹിൽ ഡിസൈർ റെഡ്. ഇതൊരു അബ്സല്യൂട്ട്ലി ജെൻസ് ഫ്രാഗ്രൻസ് ആണ്. ഡൺഹിൽ ഡിസൈർ റെഡും നമ്മൾ മുൻപ് പരിചയപ്പെട്ട ഹ്യൂഗോ ഗ്രീനിനെ പോലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു സ്വീറ്റ് സോർ നോട്ട്സിലാണെങ്കിൽ തന്നെ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ലെമണിൻ്റെയും ബെർഗാമോട്ടിൻ്റെയും ആ ഒരു ലൈനിലൂടെ കടന്ന് പിന്നീട് ഒരു ഫ്ലോറൽ, ഓറഞ്ച് ബ്ലോസത്തിൻ്റെയും റോസിൻ്റെയും ഫ്ലോറൽ നോട്ട്സിലൂടെ പോയി പിന്നീട് തേക്കൂട്ട്, പച്ചോളി, അങ്ങനെ അവസാനം വനില മസ്ക്, ഇവിടെയൊക്കെ ഒരു മാസ്മരികമായ ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഒരു പെർഫ്യൂമാണ് ഡൺഹിൽ ഡിസൈർ റെഡ്. ഒരു ബ്ലഡി റെഡ് ആൻഡ് ക്രോം ബോട്ടിൽ ഡിസൈനിൽ വരുന്ന ഡൺഹിൽ ഡിസൈർ റെഡ് നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ പെർഫ്യൂം റാക്കിൽ നല്ല അടിപൊളിയായിട്ട് വെക്കാനും പറ്റിയൊരു അടിപൊളി പെർഫ്യൂമാണ് ഡൺഹിൽ ഡിസൈർ റെഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തും നമ്മുടെ പെർഫ്യൂം മാസ്റ്ററുമായ നമ്മുടെ നൊയ്ബുക്കാനോടൊന്ന് ചോദിച്ചു നോക്കാം. നൊയ്ബുക്ക് കുറേ കാലങ്ങളായിട്ട് പെർഫ്യൂമിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചിട്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അപ്പം നൊയ്ബുക്ക, നമ്മൾ ഈ പെർഫ്യൂം ഡൺഹിൽ ഡിസൈർ റെഡ് എങ്ങനെയുണ്ട്? നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു പെർഫ്യൂമാണിത്, നമ്മുടെ ഡൺഹിൽ ഡിസൈർ റെഡ്. നാട്ടിലൊക്കെ നമ്മൾ മുമ്പൊക്കെ നല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, മുമ്പെല്ലാം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു പെർഫ്യൂമാണിത് ഡൺഹിൽ ഡിസൈർ റെഡ്. അടിപൊളി സാധനമാണ്, എല്ലാവർക്കും നമ്മൾ പ്രിഫർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ മച്ചന്മാരെ കേട്ടല്ലോ, വെറുതെ പറയുന്നതല്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലൊക്കെ 100 ദിർഹംസിന് 20 പെർഫ്യൂം, 15 പെർഫ്യൂം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള പെർഫ്യൂമേ അല്ല. അപ്പോൾ ഇതിന് കുറച്ച് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൈസും ഉണ്ടാവും, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ മറ്റൊരു പെർഫ്യൂം നല്ല ചെറിയ പ്രൈസിൽ നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള നല്ല ഇൻ്റർനാഷണൽ ഒരു ലക്ഷറി പെർഫ്യൂം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, ചെറിയൊരു പ്രൈസിൽ യൂസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ചോയ്സാണ് മോംബ്ലാങ്ക് ലിജൻ EDT. ഏകദേശം ഒരു 10-12 വേരിയൻറ്റിൽ ഇവൻ പല രൂപത്തിലും പല ഭാവത്തിലും ഇവ ലോഞ്ച് ആയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ വെർഷൻ ഒരു ടോയ്ലറ്റ് വെർഷൻ, ഇതൊരു ആബ്സല്യൂട്ട്ലി ഒരു അടിപൊളി കിണ്ണം കാച്ചി പെർഫ്യൂമാണ്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട മറ്റ് 2 പെർഫ്യൂമുകളെ അപേക്ഷിച്ച് ഇതിന് അത്യാവശ്യം ഒരു സ്റ്റാർഡുള്ള ഒരു പെർഫ്യൂമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സെലിബ്രിറ്റികൾ ഇവനെ ഒരു ഫേവറേറ്റ് പെർഫ്യൂമായിട്ട് കൊണ്ട് നടക്കാറുണ്ട്.
ലാവൻഡറിൻ്റെയും പൈനാപ്പിളിൻ്റെയും ബെർഗാമോട്ടിൻ്റെയും ഫ്രൂട്ട് നോട്ട്സിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് മിഡിൽ നോട്ട്സിൽ എത്തുമ്പോൾ റെഡ് ആപ്പിളിൻ്റെയും ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെയും ഓക്മോസിൻ്റെയും ഒക്കെ ഒരു അതിഭീകര ഫീലിംഗ് കിട്ടി. പിന്നീട് അങ്ങോട്ട് റോസിൻ്റെയും അതുപോലെ ടോങ്കാബീൻ്റെയും സാൻഡൽവുഡിൻ്റെയൊക്കെ ഒരു നോട്ട്സിലോട്ട് അവസാനം എത്തിച്ചേരുന്ന ഒരു വേയാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. നല്ല അടിപൊളി ഒരു ചെറിയ പ്രൈസിൽ നല്ലൊരു നീഷ് പെർഫ്യൂമിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി നല്ലൊരു പ്രീമിയം പെർഫ്യൂമിൻ്റെ ഫീലിംഗ് നമുക്ക് എന്തുകൊണ്ടും ഈ മോൺബ്ലാങ്ക് ലിജൻഡ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഈ 3 പെർഫ്യൂമിലും അത്യാവശ്യം നല്ല, ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യം ഈ 3 പെർഫ്യൂമുകളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ചോയ്സ് തിരഞ്ഞെടുക്കാവുന്ന ഒരു പെർഫ്യൂമാണ് മോൺബ്ലാങ്ക് ലിജൻഡ് EDT വെർഷൻ. 2011 ലോഞ്ച് ആയ ഒരു പെർഫ്യൂം ആണെങ്കിൽ തന്നെയും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ പെർഫോമൻസിലോ പ്രൊജക്ഷനിലോ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന 3 നല്ല അടിപൊളി പെർഫ്യൂമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.